ഒടുവിൽ സുസി സംഘടന സംഘടിപ്പിച്ച ആശാസമരം പിൻവലിച്ചു. അവർ സമരം മതിയാക്കി. സമരം മതിയാക്കിക്കൊണ്ടുള്ള പ്രഖ്യാപനം നടത്തി. സമരം ഇനി ജില്ലകളിലേക്ക് വ്യാപിപ്പിക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ആ തെരഞ്ഞെടുപ്പിൽ LDFനെ പരാജയപ്പെടുത്താൻ പ്രചാരണം നടത്തും. ഇതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് സുസി നേതാക്കൾ. എന്തുകൊണ്ടാണ് സമരം പിൻവലിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് സർക്കാരിന് മുന്നിൽ സുസി മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ മുഴുവൻ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് സമരം പിൻവലിക്കുന്നത് എന്ന്. അത് നമുക്ക് ആദ്യം കേൾക്കാം. ഇത് കേരളവുമല്ല, ലോകം മുഴുവൻ ചർച്ച ചെയ്ത വിഷയമാണ്. ഇതിനകത്ത് ക്രെഡിറ്റിന്റെ വിഷയമില്ല. ഇതിനകത്ത് തൊഴിലാളികൾ, പണിയെടുക്കുന്ന തൊഴിലാളികൾ അവരവരുടെ ജീവിതം നിലനിർത്തുവാൻ വേണ്ടി ഒരു സമരരംഗത്തേക്ക് ഇറക്കുമ്പോൾ അതിനെ ആക്ഷേപിച്ചും അധിക്ഷേപിച്ചും പരിഹസിച്ചും ഇല്ലാതാക്കാൻ ശ്രമിച്ച ആളുകൾക്കുള്ളൊരു മറുപടിയാണ്. ഇതൊരു ദിശാസൂചന കൂടിയാണ്. പണിയെടുക്കുന്ന ആളുകൾക്ക് നിങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി സംഘടിക്കണമെന്നും ജാതിമത പരിഗണനകൾക്ക് അതീതമായി സംഘടിച്ചാൽ നിങ്ങൾക്ക് ഏത് ഏകാധിപതികളെന്ന് പറയുന്ന ഭരണാധികാരികളെ നിങ്ങൾക്ക് അവരെ കൊണ്ട് ജനാനുകൂലമായി തീരുമാനം എടുപ്പിക്കാൻ സാധിക്കും. എന്നാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അങ്ങനെയല്ല. കഴിഞ്ഞ ദിവസം എന്ന് വെച്ചാൽ ഒക്ടോബർ 29 മുഖ്യമന്ത്രി നടത്തിയ പ്രഖ്യാപനമുണ്ട്. ആ പ്രഖ്യാപനത്തിൽ ആശാ വർക്കർമാർക്ക് 1000 രൂപയുടെ ഓണറേറിയം വർദ്ധിപ്പിച്ച് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ആ ദിവസം പറഞ്ഞത് ഇത് വെറും നാമമാത്രമായ വർധനയാണ്. ആശാ വർക്കർമാരെ അപമാനിക്കുകയാണ് ഈ സർക്കാർ ചെയ്യുന്നത്. ഞങ്ങൾ സമരം ശക്തമായി തുടരും. ഇതാണ് ആ ദിവസം തന്നെ മാധ്യമപ്രവർത്തകരോട് സുസി നേതാക്കൾ പറഞ്ഞത്. ആ വാക്കുകൾ കൂടി കേൾക്കാം. ഇപ്പോഴുള്ള 233 രൂപ ഒരു 33 രൂപയും കൂടെ വർദ്ധിപ്പിച്ച് 263 രൂപ മാത്രമേ ആകുന്നുള്ളൂ. അപ്പോൾ അത് വളരെ തുച്ഛമാണെന്നുള്ള കാര്യം ഏവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ വിരമിക്കൽ ആനുകൂല്യത്തെ സംബന്ധിച്ച് യാതൊരു വാക്കും സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെ സമരം തുടരും. ഇപ്പോൾ പിന്നെന്തിനാണ് സമരം അവസാനിപ്പിക്കുന്നത്? ആ ചോദ്യത്തിന് സുസി നേതാക്കൾ മറുപടി പറയുന്നില്ല. സമരം ആരും തിരിഞ്ഞു നോക്കുന്നില്ല. ആദ്യം വലിയ ആവേശമായിരുന്നു. മാധ്യമപ്പട തന്നെ ആശമാരുടെ സമരം റിപ്പോർട്ട് ചെയ്യാൻ എല്ലാ ദിവസവും രാവിലെ സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തും. അത് കണ്ടപ്പോൾ സുസിക്കാർക്ക് വലിയ ആവേശമായിരുന്നു. ഇത്രയും മാധ്യമ പ്രാധാന്യം കിട്ടുമെന്ന് അവർ തീരെ കരുതിയിരുന്നില്ല. എത്രയോ സമരങ്ങൾ നടത്തിയിട്ടുണ്ട് സുസി. അന്നൊന്നും ഒരു മാധ്യമ പ്രവർത്തകരും ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാറില്ല. മാധ്യമ സ്ഥാപനങ്ങൾ ഒരു വരി വാർത്ത പോലും നൽകാറില്ല. പക്ഷേ ആശാമാർക്ക് വേണ്ടി നടത്തിയ ഈ സമരം അതിന് വലിയ പ്രാധാന്യം ലഭിച്ചു. എന്തുകൊണ്ട്? സംസ്ഥാന സർക്കാരിനെതിരെയുള്ള സമരമായതുകൊണ്ട്. UDF നേതാക്കളും BJP നേതാക്കളും സമരത്തിന് പിന്തുണയുമായി സമരപ്പന്തലിലെത്തി. കാരണം കേന്ദ്ര സർക്കാരാണ് ആശാ വർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിക്കേണ്ടത്. എങ്കിൽ മാത്രമേ അവർ മിനിമം വേജസ് നിയമത്തിൻ്റെ പരിധിയിൽ വരൂ. കേന്ദ്ര സർക്കാർ ഇതുവരെയും തൊഴിലാളികളെ അംഗീകരിച്ചിട്ടില്ല. പക്ഷേ സംസ്ഥാന സർക്കാരിനെതിരെയാണ് സമരം. 1000 രൂപയുണ്ടായിരുന്ന ഓണറേറിയം 7000 രൂപയായി വർദ്ധിപ്പിച്ച് നൽകിയ സംസ്ഥാന സർക്കാരിനെതിരെയാണ് സമരം. അതുകൊണ്ട് തന്നെ വലിയൊരു വിഭാഗം ആശാ വർക്കർമാർ സമരത്തിന് പിന്തുണയുമായി രംഗത്തെത്തിയില്ല. അവർ മാറി നിന്നു. ഇത് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള രാഷ്ട്രീയ പ്രേരിത സമരമാണ് എന്ന് അന്നേ പറഞ്ഞു. ഇപ്പോൾ ഇതാ സമരം അവസാനിപ്പിച്ച് ഓടേണ്ടി വരുന്നു. സമരം അവസാനിപ്പിച്ചത് എന്തിനാണ് എന്ന് പോലും അറിയില്ല സുസി നേതാക്കൾക്ക്. കോൺഗ്രസ് നേതാക്കളോ BJP നേതാക്കളോ സമരപ്പന്തലിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. സമരം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ ഘട്ടത്തിൽ ഏതാനും മാധ്യമപ്രവർത്തകർ വന്ന് ഇന്റർവ്യൂവുമൊക്കെ എടുത്ത് പോവുകയും സംപ്രേഷണം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. നാളെ എല്ലാ പത്രങ്ങളിലും വാർത്ത വരികയും ചെയ്യും. തുടക്കം ഗംഭീരമാക്കാൻ UDFനും BJPക്കും കഴിഞ്ഞിരുന്നുവെങ്കിലും അവസാനമാകുമ്പോഴേക്കും സമരമല്ലാതായ അവസ്ഥയിലേക്ക് മാറി. അതുകൊണ്ട് തന്നെയാണ് സമരം അവസാനിപ്പിക്കേണ്ടി വന്നത് എന്നാണ് യാഥാർത്ഥ്യം. കാരണം സമരത്തിന്റെ മുദ്രാവാക്യം ഉയർത്തേണ്ടത് യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെയായിരുന്നു. അവിടെ പിഴച്ചു സുസി നേതാക്കൾക്ക്. അവിടെയാണ് ഈ സമരം പരാജയപ്പെട്ടത്.